ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഹോം മെയ്ഡ് പനീറാണ്. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ വീട്ടിലെങ്ങനെയാണ് പനീർ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പനീർ റെഡിയാക്കാൻ ആദ്യമായിട്ട് എടുത്തു വെക്കേണ്ടത് പാലാണ്. 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ നാട്ടിലൊക്കെ കിട്ടുന്ന മിൽമ പാലിൻ്റെ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കൊഴുപ്പ് കൂടിയ പാലെടുക്കുന്നതാണ് പനീർ വീട്ടിലുണ്ടാക്കാൻ നല്ലത്. ഒരുപാട് കൊഴുപ്പ് കുറഞ്ഞ പാലിനെക്കാട്ടിലും കുറച്ച് ഫാറ്റ് ഉണ്ടാവണം. ഇതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാല് തിളപ്പിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കുക. അതുപോലെ ഇടയ്ക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പാടയൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം തീ കുറച്ച് വെക്കണം. അതിനുശേഷം അതിലേക്ക് 1 നാരങ്ങ നീരാണ് ചേർക്കുന്നത്. 1 ചെറുനാരങ്ങയുടെ നീര് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം 1 ടേബിൾ സ്പൂൺ വിനാഗിരി ആയാലും ചേർത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന കണക്കിന് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം തീ കുറച്ചിട്ടിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. പാൽ ഓൾറെഡി പിരിഞ്ഞ് വന്നിട്ടുണ്ടാവും. പിരിഞ്ഞ് തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. 2 മിനിറ്റെങ്കിലും ചെറിയ തീയിൽ ഇതുപോലെ തന്നെ വെക്കുക. അപ്പോഴേക്കും അതിലുള്ള ഫാറ്റും അതുപോലെ ആ ഒരു വാട്ടർ കണ്ടൻറ്റും മാത്രമായിട്ട് സെപ്പറേറ്റ് ആയി വന്നോളും. ഒരു 2 മിനിറ്റ് ഇതുപോലെ തന്നെ ചെറിയ തീയിൽ വെച്ചതിന് ശേഷം മാത്രം തീ ഓഫ് ചെയ്യാം. രണ്ട് മിനിറ്റിന് ശേഷം ഇതുപോലെ വാട്ടർ കണ്ടൻറ്റും ഫാറ്റും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കനം നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നേരത്തെ മാറ്റി വെച്ച മിക്സ് ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടി താഴെ ഒരു പാത്രം വയ്ക്കുക. അതിന് മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്ക് നല്ല വൃത്തിയുള്ള ഒരു തുണി വെച്ച് കൊടുക്കുക. കുറച്ച് ഇഴകളുള്ള തുണി വയ്ക്കാൻ ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്ന പോലെയുള്ള കോട്ടൺ തുണി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. തുണിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. ബാക്കിയുള്ള വെള്ളം നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ മുഴുവനായിട്ട് ചൂടാറിയിട്ടില്ല. നല്ല ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടും അതുപോലെ ഡീഹൈഡ്രേഷനൊക്കെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നല്ലതുപോലെ പിഴിഞ്ഞ് അതിൽ തീരെ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒന്നും ഇല്ലാതെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ നാരങ്ങ നീര് ചേർന്നത് കൊണ്ട് തന്നെ ഇതിനൊരു ചെറിയൊരു പുളിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പുളി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഇല്ലാതെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തതിന് ശേഷം ഈ ഒരു പനീർ സെറ്റാക്കാൻ വെക്കാം. ഈ ഒരു തുണിയിൽ തന്നെ വെക്കണമെങ്കിൽ വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് വേറൊരു തുണി എടുത്തിട്ട് ഒരു ഷേപ്പാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനിപ്പോൾ ഈ ഒരു തുണി നല്ലതുപോലെ പിഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വെള്ളത്തിൻ്റെ കണ്ടൻ്റ് എല്ലാം കളഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. നല്ലൊരു ഷേപ്പിലാക്കിയതിന് ശേഷം അതിന് മുകളിലേക്ക് എന്തെങ്കിലും ഭാരമുള്ള വസ്തു എടുത്ത് വെക്കാം. കുക്കറിന് അത്യാവശ്യം കനമുണ്ട്. അതിനുള്ളിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പനീർ സെറ്റാവാൻ മിനിമം ഒരു 2 മണിക്കൂർ വെക്കുക. അപ്പോഴേക്കും അതിലെ വെള്ളം കണ്ടൻ്റ് എല്ലാം മാറി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. 2-3 ദിവസം മാത്രമാണ് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ. ഒരുപാട് ദിവസം വെക്കരുത്. അതുപോലെ തന്നെ പുറത്ത് വെച്ചാൽ ഇത് കേടായി പോവും. അപ്പോൾ ഞാനിവിടെ ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോൻ്റെ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.